ഹലോ ഓൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അലൻ ജോസ് ആൻഡോ. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് KT എക്സാമിനേഷൻസിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് നേരിടാം, എങ്ങനെ നമുക്ക് പാസ്സാവാം, എങ്ങനെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് മേടിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മോസ്റ്റ്ലി 2024 സ്കീമിൽ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും പറയുന്നത്. എന്നാലും മൊത്തത്തിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ആഹ്, എന്താ പറയുക KT എക്സാംസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു ധാരണയുള്ളവർ തന്നെയാണ്, ഇല്ലാത്തവരല്ല. എന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ മാർക്ക് മേടിക്കാൻ പറ്റിയ ഏരിയാസ് ഒക്കെ ഉണ്ടാവും. സോ കുറച്ച് ടിപ്സ് സംഭവങ്ങളൊക്കെ. സോ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻറ്റയർലി സബ്ജക്റ്റീവ് ആണ്. ഞാൻ എൻ്റെ ഒരു വ്യൂവിൽ നിന്നിട്ടാണ് പറയുന്നത്. ലൈക്ക് എനിക്ക് ഫീൽ ചെയ്ത, ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ, അബദ്ധങ്ങൾ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും, അതുപോലെ തന്നെ ലൈക്ക് എക്സാം എഴുതുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ വിട്ടു പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാത്തിനും മൊത്തത്തിൽ കോമൺ ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. മോസ്റ്റ്ലി കമ്പ്യൂട്ടർ സയൻസ് ഓറിയന്റഡ് ആയിരിക്കും, കാരണം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് പഠിച്ചതുകൊണ്ട്. സോ ഞാൻ ആ ഒരു എക്സ്പീരിയൻസിന്റെ പ്രിവിലേജിലായിരിക്കും പറയുന്നത്, ബട്ട് എല്ലാവർക്കും അപ്ലൈ ആവുന്നതേ ഉള്ളൂ. സോ നമ്മൾ വരികയാണെങ്കിൽ ആദ്യം പറയേണ്ടത് നമ്മളുടെ പേപ്പർ കിട്ടിക്കഴിഞ്ഞുള്ള പ്രൊസീജിയർ തൊട്ട് പറയും, ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. സോ ഫസ്റ്റ് തിങ്, നമുക്ക് പേപ്പർ കിട്ടി, എന്ത് ആൻസർ ഷീറ്റ് കിട്ടി. ആൻസർ ഷീറ്റ് കിട്ടിയാൽ നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ബേസിക്കലി കൊണ്ടുപോകുന്ന സാധനങ്ങൾ പറയാം. ഹൗസ് ഹാൾ ടിക്കറ്റ് എന്തായാലും വേണം. ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഹാളിൽ കയറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പെൻ ബോക്സ്, പെന്ന്, പിന്നെ ബോക്സ്. പേനയായിരിക്കും മിക്കവാറും കൂടെ ഉണ്ടാവുക, കൂടെ ഒരു സ്കെയിലും ഉണ്ടാവും. വേണമെങ്കിൽ ഒരു പെൻസിലും കയ്യിൽ വയ്ക്കും. കാരണം ഇപ്പോട്ടോ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഇയർ ഒക്കെ ആയിരുന്നപ്പോൾ ഒരു ബോക്സ് സെറ്റ് തന്നെ കൊണ്ടുപോകുന്ന, ഗ്രാഫിക്സ് ഒക്കെ വരയ്ക്കാൻ വേറെ റോളർ സ്കെയിലും മറ്റേതും മറിച്ചതെന്ന് പറഞ്ഞ സെറ്റ് ഓഫ് സാധനങ്ങൾ കാണാമായിരുന്നു. സോ അതെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ തേർഡായിട്ട് എന്താ പറയുക, വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും. സിലിണ്ടറാണ് പോകണമെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വാട്ടർ ബോട്ടിലും സെറ്റ് ചെയ്യുക മെയിൻലി. പിന്നെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ടെങ്കിൽ അത് മറക്കണ്ട, ഞാൻ ഇതിൻ്റെ ബോക്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം ബാഗിൽ സെറ്റാക്കി വെച്ചിട്ട് പോയാൽ അത്രയും നല്ലത്. അതും എക്സാമിന്റെ പഠിത്തത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, ലൈക്ക് തലേ ദിവസം, ഓക്കെ, ഡേ ബിഫോർ ഡേ ബിഫോർ എക്സാം അങ്ങനെ പറയാം. ഡേ ബിഫോർ എക്സാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലീസ് ഡോണ്ട് ട്രൈ ടു സ്റ്റഡി എനിത്തിങ്. ഒന്നും പഠിച്ചില്ലെങ്കിൽ പഠിച്ചു, ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡേ ബിഫോറിൽ തന്നെ പഠിക്കും. എന്തെങ്കിലും പഠിച്ചവരാണെങ്കിൽ മാക്സിമം ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യും. ഞാനിങ്ങനെ ചെയ്യും, ഞാൻ മിക്കതും തലേ ദിവസത്തേക്ക് വെക്കാറില്ല. എങ്ങനെയെങ്കിലും ഒരു ടൈമെങ്കിലും ഞാൻ ഒരു വൺ ടൈം റീഡെങ്കിലും ഇതിന് മുന്നേ നടത്തിയിട്ടുണ്ടാവും, എന്നിട്ട് ഞാൻ വന്ന് പഠിക്കുള്ളൂ. ഇറ്റ്സ് മോർ ഈസി. സോ ഒരു റിവിഷൻ പോലെ തന്നെ മാക്സിമം കൊണ്ടുപോകാൻ പറ്റിയാൽ അത്രയും നല്ലത്. എഫിഷ്യൻ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് നമുക്ക് പറയാം. സോ ഒരു പ്രീ റീഡ് നടത്തുക എന്ന് വേണമെങ്കിൽ എൻ്റെ ഒരു ഭാഷ പറയുന്നുണ്ടോ, ഇങ്ങനെ ഇംഗ്ലീഷ് ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഒരു പ്രീ റീഡ് നടത്തിയാൽ അത്ര ഉപകാരമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല അല്ലേ, ഞാനിത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. ഡേ ബിഫോർ എക്സാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. സോ ഒരു എന്താ പറയുക, പ്രീ റീഡ് പോലെ ഓൾറെഡി ഒന്ന് നോക്കി വെച്ചിട്ട് പോയാൽ അത്രയും നല്ലത്. പറ്റുവാണെങ്കിൽ ഈ വൈക്യൂസ് ഒന്ന് സോൾവ് ചെയ്ത് പോവുക. ഭയങ്കര കാര്യം ഉണ്ടാവും അങ്ങനെ പോവുകയാണെങ്കിൽ. 2024 ലൈക്ക് സെക്കൻഡ് ഇയേഴ്സിനൊക്കെയാണെങ്കിൽ ഫ്രഷ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, കാരണം അവർ വേറെ ഡീൽ ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് 2019 സിലബസിലുള്ള ഉണ്ട്, അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടെങ്കിലും. ഓക്കെ, സോ ആദ്യം നമുക്ക് കൈ കിട്ടുന്ന സാധനം നമ്മൾ തിരിച്ച എക്സാം ഹാളിൽ വന്നിട്ടും ആൻസർ ഷീറ്റ് കൈ കിട്ടുമല്ലോ. കൈ കിട്ടിയ ഉടനെ നമുക്കൊരു ഹാൾ ടിക്കറ്റ് ഉണ്ടല്ലോ. ഈ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് നമുക്ക് എന്തെല്ലാം എഴുതാം? കോഴ്സ് കോഡും അതുപോലെ തന്നെ കോഴ്സിന്റെ നെയിമും എഴുതണം. കോഴ്സ് നെയിമും കോഡും അങ്ങനെ എഴുതി വെക്കുക. മാക്സിമം ഒന്നും ലാസ്റ്റിലേക്ക് വെക്കാണ്ടിരിക്കും നമ്മുടെ ഫീലിങ്ങുകൾ നമ്മുടെ ആൻസർ ഷീറ്റിൽ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കിട്ടുന്നത് നോട്ട് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ ചെയ്യുന്ന സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല. ആൽഫ ന്യൂമറിക് കോഡ്, നമ്മുടെ ഒരു ബാർ കോഡ് കിട്ടുന്നത്, അത് മാക്സിമം എഴുതി വെക്കുക. വേറെ ഒന്നും നിങ്ങൾ എഴുതാൻ മറന്നു പോയാലും കുഴപ്പമില്ല. ഈ സാധനം എഴുതാൻ മറന്നു പോയാൽ നിങ്ങൾ ഡീബാറാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഡാറ്റ തിരിച്ച് ഫെച്ച് ചെയ്യണമെങ്കിൽ സാധനം വേണം.
ബാർകോഡൊക്കെ മാഞ്ഞു പോകും, പല വഴിക്ക് പോകുന്നുണ്ട്. ഓക്കെ, സോ ആൽഫ ന്യൂമറിക് കോഡ് മസ്റ്റായിട്ട്, വേറെ ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല, ഇത് എന്തായാലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാണ്ട് ബാക്കി ഒരു കാരണവശാലും ഫ്രണ്ടിലേക്ക് പറയും. ഓക്കെ, അപ്പം ഇത് എഴുതുക, ആൽഫ ന്യൂമറിക് കോഡ് കിട്ടിയാൽ അത് എഴുതുക. അതുപോലെ ആൻസർ ഷീറ്റ് എല്ലാം ഫില്ലാക്കി വെക്കുക. ആസ് വി നോ, നമുക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, സോറി, ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി വരച്ചിട്ടുള്ള ഒരു ഇതായിരിക്കും, ലൈൻഡ് ആയിട്ടുള്ള മാർജിനൊക്കെ ഫിറ്റായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ നേരെ എഴുതിയാൽ മാത്രം മതി. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പെൻ മാത്രം കൊണ്ടുവന്നവരുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ബട്ട് കയ്യിലൊരു പെൻസിൽ സ്കെയിലും വെക്കാം, ആ വരയ്ക്കാൻ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇത് ഒരെണ്ണം കയ്യിൽ വെക്കാം. സോ അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസറിങ് ഡീൽ ചെയ്യണം, പലരും ചോദിക്കുന്ന കാര്യമാണ്. ഓർഡറിൽ ചെയ്യണോ അതോ നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം എഴുതാം? സോ നമുക്കിവിടെ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഒരു ടൈമിൽ നമുക്കൊരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഇട്ട് തരും, SLC എക്സാം പ്ലസ് 1 പ്ലസ് എക്സാം. സോ ഈ ഒരു എക്സാമിന് അങ്ങനത്തെ സംഗതികളൊന്നുമില്ല, അങ്ങനത്തെ പ്രത്യേക പ്രിവിലേജുകളൊന്നും നമുക്ക് കിട്ടാനില്ല. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വായിക്കുക, ആൻസർ ചെയ്യുക, പോവുക. ഇഫ് വി നോ ആൻസർ ദാറ്റ് ഫസ്റ്റ്, ഞാൻ അത് തന്നെ പറയുള്ളൂ. ഞാൻ അങ്ങനെയാണ് എൻ്റെ എക്സാമിന് ഏറ്റവും കൂടുതൽ ടൈം അല്ലെങ്കിൽ മാർക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാർക്കൊന്നും കേട്ടാലും ഞെട്ടരുത്, ഞാൻ ടോപ്പർ 10 CGPA ഒക്കെ വെച്ച് മാസം മനുഷ്യനൊന്നുമല്ല. എൻ്റെ കറണ്ട് CGPA 8 ഷോർപ്പെട്ട് ഞാൻ നിർത്തിയേക്കാണ്. ഞാൻ 4th ഇയർ ആണ് കറൻ്റ്ലി. എൻ്റെ CGPA 8. 8.6-നും 7.8-നും ഇടയിൽ നിന്ന് കളിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ എല്ലാ സെമ്മിലും ഈ ഒരു വേരിയൻസിലായിരിക്കും എൻ്റെ SGPA വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് കൊണ്ട് ഫുൾ മാർക്ക് മേടിക്കും എന്ന് വിചാരിക്കരുത്. ബട്ട് ഇതൊക്കെ ഫുൾ മാർക്കിലേക്ക് നയിക്കാം, പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അത് തന്നെ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളൂ. സോ ഇങ്ങനെയുള്ള CGPA ഉള്ള ഒരാളാണ് ഞാൻ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ കണ്ടോളൂ. ഓ, സോ ഓർഡറിൽ എഴുതണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് അറിയുന്നത് ആദ്യത്തെ. സോ ഫസ്റ്റ് നോ ഫസ്റ്റ് കം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ആദ്യം അറിയുന്ന ആദ്യം. സോ വായിക്കുക, ആൻസർ അറിയെങ്കിൽ എഴുതുക, അറിയത്തില്ല എന്തോ എവിടെയോ അറിയാം, ആ പരിപാടിയില്ല. ആദ്യം അറിയുന്നത് ഒരു റൗണ്ട് തീർക്കുക, 1 റൗണ്ട് ഇവിടെ തീർന്നിരിക്കണം. ഓക്കെ, അത് 3 മാർക്കൊന്നും 7 മാർക്കൊന്നും 3 മാർക്ക് സെറ്റുകൾ ആദ്യം ചെയ്യുക, അതിലെ ഈസി ഉള്ളത് ചെയ്യുക. ദെൻ കംസ് 7 മാർക്ക് സെക്ഷൻ, അതിൽ ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് ചെയ്യുക. അപ്പൊ ഈ 7 മാർക്ക് സെക്ഷൻ വരുമ്പോൾ, സോറി, 2024 സി മാർക്ക്, അത് 9 മാർക്കാണ്. നമ്മൾ 2019-ലെ 7 മാർക്ക്. ഓക്കെ, ഓ 2024-ന്റെ ഇത് സ്കീം കൂടെ ഞാൻ പറയാം, എങ്ങനെയൊക്കെയാണ് ആൻസർ ഷീറ്റിൽ വരിക എന്നുള്ളത്. സോ ടോട്ടലി ഇത്ര മാർക്കാണ്, 60 മാർക്സിന്റെ പരീക്ഷയാണ് നമുക്ക് വരുന്നത്. ലൈക്ക് ആസ് ഐ നോ, ഞാൻ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്കതിൽ എഴുതിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ എൻ സെമസ്റ്റർ എക്സാമിനെ പറ്റി പറയുന്നത്. അതിൽ തന്നെ 8 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ, സോറി 3 മാർക്കിന്റെ 8 ചോദ്യങ്ങൾ, സോറി 3 മാർക്കിന്റെ 3 മാർക്ക് തന്നെ ഇല്ല, ഞാൻ മാറ്റി, 3 മാർക്കിന്റെ 8 ചോദ്യം. അത് 2 വെച്ച് ഒരു മൊഡ്യൂളിൽ നിന്ന് വരും. ഓക്കെ, അതുപോലെ തന്നെ 9 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ, 9 മാർക്സിന്റെ 4 ചോദ്യങ്ങൾ, അത് ഓരോ മൊഡ്യൂളിൽ നിന്ന് ഓരോന്ന് വെച്ചിട്ട്. ഓക്കെ, മാക്സിമം 3 സബ് ഡിവിഷൻ വരെ ഒരു ക്വസ്റ്റ്യനിൽ വരും. ഇത് മോസ്റ്റ് പ്രോബബ്ലി 1 ഓർ 1 എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടാവും. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു സ്കീം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് വരും. അപ്പം ഞാൻ പറഞ്ഞ ഈ സെക്ഷൻ ആദ്യം അറിയുന്നത് ഈസിയുള്ള ആദ്യം ചെയ്ത് പോവാം, അറിയില്ലെങ്കിൽ വിട്ടേക്ക്, ലാസ്റ്റ് ചെയ്താൽ മതി. പിന്നെ 3 മാർക്ക് ഈസി ഉള്ളത് ചെയ്തു, പിന്നെ 3 മാർക്ക് ടഫ് ഉള്ളത് ചെയ്തു, നെവർ ഡു ദാറ്റ്, ചെയ്ത് പോവാം. ഈ സബ് ഡിവിഷന്റെ കേസ് വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഡൗട്ട്സ് വരിക. അപ്പോൾ ആ ഡൗട്ട് നമുക്ക്, സോ ഈ 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ 7 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ നമ്പർ വിചാരിക്കുക. എനിക്ക് A അറിയാം, പക്ഷെ B അറിയില്ല, അല്ലെങ്കിൽ ഒരു സംശയം. 8 എനിക്ക് Aയും Bയും രണ്ടും കൂടെ കൂട്ടിയാൽ 9-ൽ 4 മാർക്ക് ആകെ കിട്ടും. പക്ഷെ എനിക്ക് ഇവിടെ A എന്തായാലും ഒരു 6 മാർക്ക് കിട്ടുന്ന ഉറപ്പാണ്. ബാക്കി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചു, എക്സാമ്പിൾ 7, 8, 9, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സോറി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചു. സോ അങ്ങനെ വന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ നിൽക്കുകയാണ്. ഇതിപ്പോ 8-ല് നിങ്ങൾക്ക് രണ്ടും എഴുതാൻ അറിയാം, പക്ഷെ ആകെ 4 മാർക്ക് കിട്ടുള്ളൂ. 7-ല് നിങ്ങൾക്ക് A അറിയാം, അത് ഫുൾ മാർക്ക് കിട്ടും. അടുത്തതില് നിങ്ങൾക്കൊരു മാർക്കും കറക്റ്റ് കിട്ടണമെന്ന് നിർബന്ധം. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ മെത്തേഡ്, നമ്മുടെ മാർജിൻ ഇങ്ങനെയാണല്ലോ വരിക.
നമ്മൾ മാർജിനിൽ 7A എന്ന് പറഞ്ഞ് എഴുതുക. 7A എന്നുള്ളിൽ എഴുതിക്കോളൂ. ദാറ്റ്സ് ഗുഡ്. പുറത്തെ ഉള്ളിൽ കുഴപ്പമില്ല, എവിടെയായാലും 7A എന്നവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ആൻസർ എഴുതുക. Then you write next question 9A. അപ്പൊ 7B ഞാൻ ഇവിടെ ചെയ്യണം എന്നില്ല, ഇല്ല, നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതാം? ലാസ്റ്റ് വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് 7 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ബി എന്ന് എഴുതിയിട്ട് അതിൻ്റെ ആൻസർ എഴുതാം. ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. എനിക്ക് അതുകൊണ്ട് മാർക്കിൽ എനിക്ക് ആദ്യം ഞാൻ ഇങ്ങനെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യം 7A എന്ന് എഴുതും, പിന്നെ കുറെ കഴിഞ്ഞിട്ട് B എഴുതും, എന്നിട്ട് പിന്നെ ഞാൻ സ്പേസ് ഇട്ടിട്ട് പോലായിരുന്നു, കാരണം ഒറ്റ ക്വസ്റ്റ്യൻ നമ്പറിൽ എഴുതണമെന്നാണല്ലോ. അങ്ങനെയില്ല. So, ഇങ്ങനെ എഴുതുമ്പോഴും നമുക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യും. പക്ഷേ ഈ ഒരു മെത്തേഡ് വെച്ച് ഞാൻ എഴുതിയതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസം വന്നു. ലൈക്ക് 7A എഴുതും, പിന്നെ എല്ലാം കഴിഞ്ഞ് ആവശ്യം വരുമ്പോൾ ഞാൻ 7 തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് B എന്ന് എഴുതും. സോ ടീച്ചർമാർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ശരിക്കും. അവർക്കും ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പോവാം, കാരണം അവർക്ക് വേറെ കൺഫ്യൂഷൻ ഇല്ല. B വെച്ചിട്ട് പെട്ടെന്ന് ഒരു വലിയ ആൻസർ ചെയ്തു, B വന്നപ്പോൾ ചെയ്തപ്പോൾ ഏതാത്ത ക്വസ്റ്റ്യൻ മറന്നുപോയി, തിരിച്ചു നോക്കാം, അങ്ങനെ ഒരു ആവശ്യമില്ല. സോ ഇങ്ങനെ എഴുതിയാൽ മാർക്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് 7A അറിയാം, പിന്നെ 9A അറിയുന്ന, പിന്നെ 7B അറിയുള്ളൂ, ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ കേട്ടു എഴുതാൻ എനിക്കിത് ഒരു യൂട്യൂബ് വീഡിയോ കിട്ടിയ ഒരു ട്രിക്കായിരുന്നു. അതൊരു ടോപ്പറുടെ ട്രിക്കായിരുന്നു. എനിക്ക് ആ പേരും കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ ഇത് ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട് എന്തായാലും. ഓക്കെ, സോ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം, നമ്മൾ പറഞ്ഞത്ര മാൻഡേറ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്പർ എത്രയാ? 5. പ്ലീസ് എൻഷുർ ദാറ്റ് you have attended enough mandatory questions. Enough mandatory questions. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അത്രയും ക്വസ്റ്റ്യൻസ്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 3 മാർക്കിന്റെ 8 എണ്ണവും, ഇത് അറിയുമെങ്കിലും അറിയില്ലെങ്കിലും 3 മാർക്കിന്റെ 8 എണ്ണവും 9 മാർക്കിന്റെ 4 എണ്ണവും അറിയുമെങ്കിലും അറിയില്ലെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എവിടെയാ ഔട്ട് ഓഫ് സിലബസ് വരിക പറയാൻ പറ്റില്ല. വന്നാൽ ലോട്ടറിയാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടംപോലെ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അങ്ങനെ എനിക്ക് അറിയത്തില്ലാത്ത, ഞാൻ 1 ലൈനിൽ എഴുതി വെച്ച സാധനത്തിൽ ഫുൾ മാർക്ക് കിട്ടിയ ചരിത്രം എനിക്കുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് മൈ ഗോഡ് ഉറപ്പ് വരുത്തുക. എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പറിൽ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 എന്നുണ്ടാവും, 2 എന്നുണ്ടാവും, 3 എന്നുണ്ടാവും, പിന്നെ 7A എന്നുണ്ടാവും, 7 പിന്നെ B എന്നായിരിക്കും, പിന്നെ 7 വീണ്ടും എഴുതില്ലല്ലോ. ഇങ്ങനെയൊക്കെ തരുമ്പം ആദ്യം ഒരു റൗണ്ട് ചെക്ക് ചെയ്യുക. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ചെയ്തെങ്കിൽ ടിക്ക് ഇടുക, ഒരു ടിക്ക് ഇടുക. അപ്പം എല്ലാം ഞാൻ ഇങ്ങനെ ടിക്ക് ഇട്ട്, അപ്പോൾ നമുക്ക് നോക്കുക, ഏകദേശം കാണാം. എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാലും ഒരു 10 മിനിറ്റ് നിങ്ങൾ മിച്ചം വെക്കണം. അത് നിങ്ങൾക്ക് 10 മിനിറ്റോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ് എങ്കിലും, 5 മിനിറ്റ് ഞാൻ പറയില്ല, 10 മിനിറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുമെങ്കിൽ, നിങ്ങൾക്ക് ഇനി അറിയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട് പക്ഷെ ഇനി എഴുതിയാൽ തീരില്ല എന്നുണ്ടെങ്കിൽ നിർത്തുക. ആ 10 മിനിറ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കണം. സോ 1 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ഒരു ടിക്ക് ഇടുക, ഡബിൾ ടിക്ക് ആയി. ഓക്കെ, എൻഷുവർഡ്. ഇതുപോലെ അടുത്ത ഡബിൾ ടിക്ക് ഇടുക, അടുത്ത ഡബിൾ ടിക്ക് ഇടുക. 7ലെ എക്ക് ഒരു ഡബിൾ ടിക്ക് ഇടുക, ബിക്ക് അടുത്ത ഡബിൾ ടിക്ക് ഇടുക, എന്നിട്ട് 7ന് ഡബിൾ ടിക്ക് ഇടുക. അപ്പൊ ഇങ്ങനെ നിറച്ച് ടിക്ക് ടിക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏകദേശം ഉറപ്പാവും നമ്മൾ പറഞ്ഞത്ര സാധനങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചാലും നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് കേട്ടോ. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എത്ര അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വരിയെങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് പോവുക. ചേഞ്ച് യുവർ ലൈഫ്. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി പറയാൻ എനിക്ക് യോഗ്യതയില്ല. എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് എന്തോ കിട്ടാനെന്നുള്ളത്. ഓക്കെ, മാക്സിമം നന്നാക്കിയാൽ നല്ലത്. ഞാൻ പക്ഷേ എൻ്റെ അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് നേരെ മാർക്ക് കുറഞ്ഞൊരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്കിതിൽ പറയാനുള്ളത്, മാക്സിമം വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ 14 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ ചില സമയത്ത്. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ 2019 സ്കീമാരെ ഉദ്ദേശം പറഞ്ഞത്, അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഫിഗേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിക്കുക. ഓക്കെ, ഫിഗേഴ്സ് ഒക്കെ കൊണ്ടുവന്നാൽ തന്നെ അത്യാവശ്യം മാർക്ക് കിട്ടും. അതിപ്പോൾ 9 മാർക്കിന്റെ ക്വസ്റ്റ്യനിലും ഫിഗേഴ്സ് കൊണ്ടുവന്നാൽ അത്ര നമുക്ക് പിന്നെ എഴുതുന്നത് കുറച്ച് മതി. സോ അത്രയും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി കൊണ്ടുവരാം ക്വസ്റ്റ്യൻസ്. ഫിഗേഴ്സ് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കാര്യം അറിയാം എന്നുള്ളത് ഇവാലുവേറ്റേഴ്സിന് മനസ്സിലാവും. സോ അതും ഇതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കാം.
പിന്നെ അതുപോലെ തന്നെ പ്രോബബ്ലി മണ്ടത്തരം വരിക ചെക്കിങ് ഒഴിവാക്കുമ്പോഴാണ് മണ്ടത്തരം വരുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയൊരു വേറെ മണ്ടത്തര വിഷയങ്ങൾ എനിക്ക് വരാറില്ല. പണ്ട് വന്നുകൊണ്ടിരുന്ന മണ്ടത്തരങ്ങൾക്ക് ഞാൻ റെക്ടിഫൈ ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കാണുന്നതൊക്കെ. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ട് എഴുതുക എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും ടെൻഷൻ അടിച്ച് കൂട്ടി കൂട്ടി എഴുതി വെക്കരുത്. ഇറ്റ്സ് എന്താ പറയുക, ഭയങ്കര അബദ്ധമാണത്. സോ റിലാക്സ്ഡ് ആയിട്ട് തന്നെ എഴുതുക. അറിയെങ്കിലും ഇല്ലെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് എഴുതുക. അറിയാതിരിക്കുമ്പോൾ എന്തോ റിലാക്സേഷൻ മനുഷ്യനെ ചോദിക്കരുത്. റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളെ കൊണ്ട് അല്ലാണ്ട് വേറെ ആരെ കൊണ്ടും പറ്റും. നിങ്ങൾക്ക് എക്സാം ഇല്ലേ, അറിയെങ്കിലും ഇല്ലെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. എവർ ഗെറ്റ് ടെൻസ്ഡ്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം മാൽ പ്രാക്ടീസ് ഒഴിവാക്കുക. പിടിച്ചാൽ പിടിച്ചതാണ്. സോ ഒന്നും ചെയ്യാണ്ട് ഇച്ചിരി ഒന്നും അറിയാതെ ഒരു 2 ദിവസം വിട്ടിട്ട് എങ്ങാനും കിട്ടുകയാണെങ്കിലും പിന്നെ ലോട്ടറി. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ എക്സാം എഴുതുന്നതിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇനി പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റിയിട്ടുള്ളത് ഇതിലാണ്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കുക. കറക്റ്റ് വായിക്കുക, കറക്റ്റ് റീഡ് ചെയ്യുക. ഫുള്ള് റീഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എപ്പോഴും ചെയ്യാവുള്ളൂ. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നുണ്ട് നമ്മുടെ TOC പറഞ്ഞിട്ടൊരു വിഷയത്തിൻ്റെ ഇതിൽ വന്നു. സോ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. CFG WW⁻R സംതിങ്ങിൽ എന്തോ കാണിക്കാൻ WCWR കാണിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഇത് DPA ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റയിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്ത് ചെയ്തു, CFG ആണെന്ന് നോക്കില്ല, WCWR കണ്ടത് DPA വെച്ച് വെച്ചു. ഓക്കെ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. ക്വസ്റ്റ്യൻ ഫുള്ളായി വായിച്ചിട്ട് ചെയ്യാവുള്ളൂ. അതിൽ നിങ്ങളൊരു മുടക്കം വരുത്തരുത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റിയിട്ടുള്ള അബദ്ധം. ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, ഫുള്ളായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് എന്താ അതിൽ എയും ബിയും ഒക്കെ റീഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ A പാർട്ടോട് ചെയ്യാവുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സാധനം ഉണ്ടാവും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വായിക്കില്ല, പക്ഷെ വായിക്കുക ഈച്ച് ആൻഡ് എവരിത്തിങ്, എന്നിട്ട് ആൻസർ ചെയ്യാവും. സോ ഇതൊക്കെയാണ് മോസ്റ്റ്ലി എനിക്ക് TTU എക്സാംസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ എല്ലാ പരീക്ഷയും നല്ല സൂപ്പറായിട്ട് എഴുതുക. അത്യാവശ്യം ഒരു CGP 8ൻ്റെ താഴേക്ക് പോകാണ്ട് പിടിച്ച് നിർത്തിയാൽ പ്ലേസ്മെന്റ് ഒക്കെ വരുമ്പോൾ ശരിക്കും ഉപകാരപ്പെടുന്നുണ്ട് എനിക്ക്. ഓക്കെ. അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും എന്താ പറയുക, നല്ല മാർക്കോട് കൂടി തന്നെ ജയിക്കാൻ പറ്റട്ടെ. സമയം കുറേ കളഞ്ഞിട്ടുണ്ടാവും നിങ്ങളിപ്പം. എൻ്റെ സമയമെല്ലാം പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കരുത്. ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. 1 മണിക്കൂറാണെങ്കിലും ആ 1 മണിക്കൂർ ചിലപ്പോൾ നിങ്ങളെ ജയിപ്പിക്കും. All the best. Wish you a very happy examination days. So this is me, Ranjot Sando, signing off from BTechified. Subscribe ചെയ്യാൻ മറക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള സാധനത്തിൽ വരും. ഓക്കെ. താങ്ക് യു.